ഓഫീസിൽ പോകുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടിയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഏറെക്കുറെ അത് സത്യമായതുകൊണ്ട് ഞാൻ അത് നിഷേധിക്കാനും പോകാറില്ല. വർക്കിന്റെ ഇടയിലുള്ള ആകെ എന്റർടൈൻമെന്റ് ഈ ഫുഡ് അടിക്കാനുള്ള പോക്കും അവിടുത്തെ തമാശകളുമാണ്. അപ്പോൾ ഇന്നത്തെ ഓഫീസ് ഫുഡ് അടി തുടങ്ങിയത് ഒരു ബ്രെഡ് ഓംലെറ്റിൽ നിന്നാണ്. ഇടിയപ്പം കഴിക്കാൻ മൂടില്ലാത്ത ഡേ ഞാൻ അധികം ഓർഡർ ചെയ്യാറ് ബ്രെഡ് ഓംലെറ്റ് ആണ്. ബ്രെഡിന്റെ കട്ടിയുള്ള ഭാഗം വേസ്റ്റ് ആക്കാതെ ജേക്കബിന് കൊടുക്കാൻ കാണിച്ച ഉമേഷിന്റെ മനസ്സാരും കാണാതെ പോരുത്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഓഫീസിൽ എത്തി പണിയോട് പണി. ഉച്ചയായപ്പോൾ എന്ത് കഴിക്കുന്നു കൺഫ്യൂഷൻ അടിച്ച് കറങ്ങുമ്പോഴാണ് കുറച്ചുപേരോടെ നമ്മളെ കൂട്ടാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് കണ്ടത്. പിന്നെ കൈയിട്ട് വരത്തെ പോകാൻ പറ്റില്ലല്ലോ. അതിലെ പ്രധാനിയാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ അവരുടെ പ്ലേറ്റ് കാലിലേക്ക് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി. നൂഡിൽസ് ഒന്നും പണ്ടത്തെ ടേസ്റ്റ് ഇല്ല. ഷെഫ് നൈസായിട്ട് മാറിയെന്ന് തോന്നുന്നു. ഒട്ടും വിശപ്പടങ്ങാത്ത പോലെയാണ് എല്ലാവരുടെയും മുഖഭാവം. അങ്ങനെ നിറയാത്ത വയറും വെച്ച് തിരിച്ച് ഓഫീസിൽ എത്തി. പിന്നെ പണിയോട് പണി. ഈവനിങ് ഓഫീസ് വിട്ട് ഞങ്ങൾ നേരെ ചായ ഇട്ട് പോയി. ഒരു കട്ടനൊക്കെ അടിച്ച് കുറച്ചേരം അവിടെ കത്തി അടിച്ചിരുന്ന് നേരെ വേറൊരു സ്പോട്ടിൽ പോയി. സ്വീറ്റ് പൊറോട്ട പോലെ എന്തോ ഐറ്റം കഴിച്ചു. കറക്റ്റ് നെയിം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഒരു പൊറോട്ട റോളും കൂടെ കഴിച്ച് ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടാന്നൊക്കെ ആലോചിച്ച് കുറച്ചേരം സമയം കളഞ്ഞ് നേരെ റൂമിൽ പോയി. ഇന്ന് ഡിന്നർ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ചിക്കൻ ഫ്രൈ ആവുന്നത് കണ്ടിട്ട് തന്നെ അറിയാം ഇത് പൊളിക്കും. അജ്മൽ മയണൈസ് ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞപ്പോൾ ഇത്ര അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. ചോറ് വെക്കാൻ മടിയായതുകൊണ്ട് പൊറോട്ട ഓർഡർ ചെയ്തു. പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മയോണൈസും കൂടി ഒരു പിടിപിടിച്ചു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.